ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ ദേശീയ ടീമിന്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി വരുന്ന 16-ാം തീയതിയാണ് സ്ക്വാഡ് പ്രഖ്യാപിക്കുക. അതിനു മുന്നേയുള്ള പ്രാഥമിക സ്ക്വാഡ് അദ്ദേഹം കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ആരൊക്കെ ഇടം നേടി എന്നുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. നെയ്മർ ജൂനിയർ പ്രാഥമിക സ്ക്വാഡിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഫൈനൽ സ്ക്വാഡിൽ ഇടം നേടുക എന്നുള്ളത് നെയ്മറെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായി മാറുകയാണ്. കാരണം അടുത്ത സാന്റോസിന്റെ മത്സരത്തിൽ നെയ്മർ കളിക്കുന്നില്ല. ഏതായാലും നെയ്മറെ കൂടാതെ ഏതൊക്കെ താരങ്ങൾ ഈ പ്രാഥമിക സ്ക്വാഡിൽ ഇടം കണ്ടെത്തി, അതുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് ഒരു താരം കയോ ജോർഹയാണ്. ക്രുസൈറോക്ക് വേണ്ടി കളിക്കുന്ന സ്ട്രൈക്കറാണ് കയോ ജോർഹെ. കൂടാതെ ഫാബ്രിസിയോ ബ്രൂണോ, നമുക്കറിയാം ക്രുസൈറോക്ക് വേണ്ടി കളിക്കുന്ന സെന്റർ ബാക്ക് താരമാണ് ഫാബ്രിസിയോ ബ്രൂണോ. കൂടാതെ കൈഗി ബ്രൂണോ, ക്രുസൈറോക്ക് വേണ്ടി കളിക്കുന്ന മറ്റൊരു താരമാണ് അദ്ദേഹം വിങ് ബാക്ക് പൊസിഷനിലാണ് കളിക്കുന്നത്. കൂടാതെ ലിയോ പെരേര, അതായത് ഫ്ലമംഗോക്ക് വേണ്ടി കളിക്കുന്ന സെന്റർ ബാക്ക് ആണ് ലിയോ പെരേര. കൂടാതെ ബ്രമർ, യുവന്റസിന് വേണ്ടി കളിക്കുന്ന സെന്റർ ബാക്ക് ആണ് ബ്രമർ. നമുക്കറിയാം മിലിറ്റാവോക്ക് പരിക്കാണ്. അതുപോലെ തന്നെ അലക്സാൻഡ്രോ റിബേറോ ഇപ്പോൾ സ്ഥിരതയല്ലാത്ത പ്രകടനമാണ് പുറത്തെടുക്കുന്നത്. അതുകൊണ്ടാണ് സെന്റർ ബാക്ക് പൊസിഷനിലേക്ക് ലിയോ പെരേര, ബ്രമർ എന്നിവരെ കാർലോ ആഞ്ചലോട്ടി പരിഗണിക്കുന്നത്. ഇനി മുന്നേറ്റ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇഗോർ തിയാഗോ, എൻറിക്ക്, റയാൻ, ഈ 3 താരങ്ങളും സ്ക്വാഡിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട്. റയാൻ നിലവിൽ ബേൺമൗത്തിന് വേണ്ടി കളിക്കുന്ന താരമാണ്. ഇഗോർ തിയാഗോ ബ്രെൻഫോർഡിന് വേണ്ടി കളിക്കുന്ന താരമാണ്. ഇങ്ങനെയാണ് ഇപ്പോൾ ആഞ്ചലോട്ടിയുടെ പ്രിലിമിനറി സ്ക്വാഡിൽ വരുന്ന താരങ്ങൾ. കൂടാതെ ലൂസിയാനോ ജൂബ കൂടി ഇടം കണ്ടെത്തിയിട്ടുണ്ട്. ബ്രസീലിയൻ ക്ലബ്ബായ ബാഹിയക്ക് വേണ്ടി കളിക്കുന്ന താരമാണ് ലൂസിയാനോ ജൂബ. ഇത്രയും വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഏതായാലും ആഞ്ചലോട്ടിയുടെ ഫൈനൽ സ്ക്വാഡിൽ ആരൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ടത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.